മഹാദൈവമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളുടെ കൂട്ടുവേലക്കാരനായ എൻ്റെ വന്ദനം. നിങ്ങളുടെ നടുവിലായിരിക്കാൻ ഇന്ന് പകലും എന്നെ അനുവദിച്ച ദൈവകൃപയുടെ വാർത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ആദരണീയനായ കൃഷ്ണദാസൻ ഷാജു കുടുംബം, സഹബുദ്ധന്മാരായ ദൈവദാസന്മാർ, മക്കളോടൊരുമിച്ച് സന്തോഷം പങ്കിടുവാൻ പല സ്ഥലത്തുനിന്ന് കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, ഈ മണ്ണിൽ പാർക്കാൻ അവസരം നൽകി നിങ്ങളുടെ വേരുകളെ ഇവിടെ ഉറപ്പിച്ച മഹാദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ വൃക്ഷത്തിൻ്റെ ഇലകൾ കൊഴിഞ്ഞു വീഴുമ്പോൾ നാം ചിന്തിക്കും, ഇലകളുടെ ആശകൾ മുഴുവൻ തീർന്നു വരുന്നു. എന്നാൽ കാടുകളിലുള്ള വൃക്ഷങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുമ്പോൾ അത് ദ്രവിച്ച് മണ്ണിൽ ലയിച്ച് അതിൻ്റെ വേരുകൾ അതിനെ വലിച്ചെടുത്ത് അടുത്ത സീസണിൽ പുതിയ നാമ്പുകളായി ഉയരങ്ങളിലെത്തും. നമ്മുടെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് ചില സന്ദർഭങ്ങളിൽ തോന്നുമ്പോഴും നഷ്ടപ്പെട്ട പ്രതീക്ഷയിൽ നിന്ന് ഒരു പുതിയ മുള പൊട്ടിക്കുന്നത് പോലെ ഇന്നലകളിൽ ദൈവം നമ്മെ നടത്തിയതോർത്ത് ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടെ അധരങ്ങൾ തുറന്ന് ഉച്ചത്തിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് പറഞ്ഞാൽ കർത്താവിൻ്റെ വൃത്തിനെ അർപ്പിച്ചതുപോലെ ഒത്തിരി ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ 35 വർഷമായി കർത്താവിൻ്റെ എളിയിൽ ഒരു ദാസൻ എന്ന നിലയിൽ ഈ മഹാ തിരുവെഴുത്തുമായി ശുശ്രൂഷ ആരംഭിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഒരു കാത്തലിക് കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. ഞങ്ങൾ 4 മക്കളാണ്. ആൺമക്കളിൽ ഞാൻ ഇളവനാണ്. 3 ആൺമക്കളും ഒരു പെൺകുട്ടിയാണുള്ളത്. ഞാൻ ജനിച്ചപ്പോൾ 2 അവയവമില്ലാതെയാണ് ഞാൻ ജനിച്ചത്. ഒന്ന്, എനിക്ക് മലമ്പൂരിലായിരുന്നു. എൻ്റെ മാതാവിനെ പ്രസവിച്ചതിൻ്റെ 4ാമത്തെ ദിവസം എൻ്റെ ശരീരത്തെ ആദ്യത്തെ സർജറി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും 2 കിഡ്നിയോടെ ജനിച്ചപ്പോൾ ദൈവം എനിക്ക് 1 കിഡ്നി മാത്രം തന്നാണ് എന്നെ ഉണ്ടാക്കിയത്. എൻ്റെ കിഡ്നി ഇരിക്കുന്ന നട്ടെല്ലിൻ്റെ മധ്യഭാഗത്താണ്. തല വലുതും ഒടിൽ ചെറുതുമായിട്ടാണ് ഞാൻ ജനിച്ചതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. 3.5 വയസ്സിൽ പോളിയോ ബാധിച്ച് എൻ്റെ കാലുകൾ രണ്ടും വളഞ്ഞുപോയി. സ്തോത്രം. ഓരോ വർഷം എന്തെങ്കിലുമൊക്കെ അസുഖം പിടിച്ച് എൻ്റെ മാതാവും പിതാവും ഒത്തിരി ദുഃഖം അനുഭവിച്ചു. മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ പണിതെടുക്കുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച് 120 ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നു. എൻ്റെ ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഡോക്ടേഴ്സ് വിധി എഴുതിയത് ഇവൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഇവനെ ഒരു 3-3.5 വയസ്സുള്ള കുഞ്ഞിനെ പോലെ നിങ്ങൾ നോക്കിക്കൊള്ളണം. 1.5 വർഷം എന്നെ സ്കൂളിൽ വിട്ടില്ല. എൻ്റെ ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. 13 വയസ്സുള്ള എനിക്ക് അമ്മയുടെ മുലപ്പാൽ കുടിക്കണം, അപ്പൻ എന്നെ എടുത്തുകൊണ്ട് നടക്കണം. ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. മക്കളെ ഓർത്ത് ദുഃഖിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളായിരിക്കും അടുത്ത തലമുറയിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാം. Are you depressed about your children? Be strong in Jesus. There is a wonderful plan behind your children. ഇതവർക്ക് ചേർന്നാമീ പറയാൻ പറ്റും. എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് ഓടുന്ന ബ്ലഡ് 14 പേരുടെയാണ്. എൻ്റെ ശരീരത്തിൽ 10 സർജറി കഴിഞ്ഞതാണ്. സുവിശേഷ നിമിത്തം അറസ്റ്റിലായിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഉപദ്രവം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ അടിയേൽക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും കർത്താവ് വരുമ്പോൾ നമുക്ക് ലഭിക്കാനുള്ള കിരീടങ്ങളുടെ മുത്തുമണികൾ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ കഷ്ടങ്ങളിൽ പ്രശംസിച്ച്
സന്തോഷത്തോടെ വിലയിരുത്തി ദൈവം അവസരം നൽകി. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ 10ാം ക്ലാസ്സിന് ശേഷം എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ച് ഞാനൊരു വൈദികനാകണമെന്നാണ്. അങ്ങനെ ട്രിവാൻഡ്രം സെൻറ്റ് അലൂഷ്യസ് സെമിനാരിയിൽ എന്നെ വൈദികനാകാനെടുത്തു. ജോൺ ചെരുവുകല എന്ന് പറയുന്ന ആ ഒരു വൈദികൻ്റെ ധ്യാനത്തിൽ സത്യങ്ങളുടെ പൊരുളുകളൊക്കെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. മരിച്ചവരോടുള്ള പ്രാർത്ഥന തെറ്റാണെന്നും വിഗ്രഹാരാധന തെറ്റാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ബോധ്യമാക്കി തന്നപ്പോൾ ദൈവം എൻ്റെ കണ്ണ് തുറന്നു. സത്യം തിരിഞ്ഞപ്പോൾ സത്യത്തിലേക്ക് തിരിയാൻ ദൈവം നിയോഗം നൽകി. എൻ്റെ നിത്യത എനിക്ക് ഉറപ്പായി. പക്ഷേ സംവാദങ്ങളിലൂടെ ഞാൻ പുറത്താക്കപ്പെട്ടു. അടങ്ങാത്ത ബൈബിൾ വായിപ്പാനുള്ള വിശപ്പ് എനിക്കുണ്ടായി. ഒരു രാത്രി 1985 മാർച്ച് 28-ാം തീയതി ഒരു ബ്ലേഡ് എടുത്ത് എൻ്റെ ഒരു വിരൽ മുറിച്ച്, സ്തോത്രം, അതിൽ നിന്ന് 3-4 തുള്ളി രക്തം എൻ്റെ ബൈബിളിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ക്രിസ്തു. എൻ്റെ ആയുസ്സും ആരോഗ്യവും സമയമെല്ലാം എൻ്റെ കർത്താവിന് വേണ്ടി. ഹല്ലേലൂയ. ഹൃദയത്തിൻ്റെ ലക്ഷ്യം ശുദ്ധമാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണും. പക്ഷേ ഈ രക്ഷയുടെ സന്തോഷം മനസ്സിലാക്കിയ എന്നെ ഉൾക്കൊള്ളാൻ എൻ്റെ കുടുംബത്തിൽ ആർക്കും കഴിഞ്ഞില്ല. വളരെ ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലൂടെ ഞാൻ നീങ്ങേണ്ടി വന്നു. ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന മഹാനായ വി ജോർജ് സാർ, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു അന്ധയായ സ്ത്രീ ആ ദൈവമനുഷ്യനോട് പറഞ്ഞു, ഇടമൺ എന്ന് പറയുന്ന 34 സ്ഥലത്തേക്ക് നീ പോകണം, എൻ്റെ വേല എവിടെ ഉണ്ട്. 3 വർഷം നിനക്ക് ആത്മാക്കളെ കിട്ടത്തില്ല. 3 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ അരമനയിൽ നിന്ന് ഷാജി എന്ന് പറയുന്ന ഒരാളെ നിനക്ക് ഞാൻ ആദ്യ ഫലമായി തരും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇടമണിലേക്ക് പോകാൻ ഒരാഗ്രഹമില്ല, പക്ഷേ കർത്താവ് അയച്ചാൽ ഞാൻ പോകാം എന്ന് പറഞ്ഞ് വി ജോർജ് സാർ ആ ദേശത്ത് വന്ന് വേല ആരംഭിച്ചു. അപ്പോൾ ഒരു ട്യൂട്ടോറിയൽ കോളേജ് ആരംഭിച്ചു. ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ അവിടെ പോയി. 3 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യഫലമായി ദൈവം അദ്ദേഹത്തിന് എന്നെ നൽകാനിടയായി. ആകാശത്തൊരു കൈപ്പത്തി ഞാൻ കണ്ടു. ആ വിരൽ കൊണ്ട് ഇങ്ങനെ എഴുതി, ഇതാ ഞാൻ വേഗം വരുന്നു വരുന്നു വരുന്നു. ആ ദർശനമാണ് എന്നെ ഒരു മിഷണറിയാക്കി മാറ്റിയത്. നമ്മുടെ ദർശനമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്. ഏതിലാണ് നിങ്ങൾക്ക് വിഷനുള്ളത്, അത് ഇവൻച്വലി നിങ്ങളുടെ ക്യാരക്ടറായി മാറും. ശരണാമൻ പറയാൻ പോലും. അങ്ങനെ എൻ്റെ സഹോദരിയും ഞാനും കൂടെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. പ്രാർത്ഥനയിൽ ആഗ്രഹം തോന്നി. അല്പസമയം കൂടെ ഞാനിരുന്നു. അന്ന് വൈകിട്ട് വീട്ടിൽ പോകാൻ മറന്നുപോയി. യോഗം കഴിഞ്ഞത് വെളുപ്പിനെ 3 മണിയായിപ്പോയി. പ്രശ്നങ്ങളുണ്ടായി. ഒരു യോഗത്തിന് പോയി എന്നറിഞ്ഞ് എൻ്റെ പിതാവ് എൻ്റെ പെങ്ങളെ പിടിച്ച് 12 അടിയടിച്ചു. പക്ഷേ ഞാൻ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ മൂത്ത സഹോദരൻ എൻ്റെ മുറിയിൽ അടച്ചിട്ട് തല്ലി. അവസാനം എൻ്റെ പിതാവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സ്തോത്രം. 5 വർഷം കഴിഞ്ഞപ്പോൾ പെങ്ങൾ സ്നാനപ്പെട്ടു. 7-ാം വർഷം മൂത്ത സഹോദരൻ സ്നാനപ്പെട്ടു. 14-ാം വർഷം എന്നെ തല്ലിയ സഹോദരൻ കുടുംബമായി സ്നാനപ്പെട്ടു. 24-ാമത്തെ വർഷം പിതാവ് സ്നാനപ്പെട്ടു. 25-ാമത്തെ വർഷം അമ്മ സ്നാനപ്പെട്ടു. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ ദൈവം അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് എനിക്കൊന്നും ഈ മണ്ണിൽ അഭിമാനിക്കുവാനും പറയുവാനുമില്ല. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് +2 പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 10ാം ക്ലാസ്സുകാരനാണ്. പക്ഷേ 14ഓളം ഭാഷക്കാരുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ ദൈവം എനിക്ക് അവസരം. നമുക്കുള്ളതൊന്നിൽ നിന്നുമല്ല ദൈവം നമ്മെ ഉപയോഗിക്കുന്നത്. അർപ്പണമുള്ള ഒരു ഹൃദയം മാത്രം മതി. ബാക്കിയെല്ലാം എഴുന്നേറ്റ് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു പാട്ട് പാടാൻ നിയോഗമുണ്ടായി. ആ പാട്ടിൻ്റെ പശ്ചാത്തലം പറയട്ടെ. ഒരു പിതാവ്
കടഭാര നിമിത്തം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ഫ്രിഡാൻ വാങ്ങി വെച്ചിട്ട് എന്നെ വിളിച്ചു, ഷാജി ആത്മഹത്യ ചെയ്യാൻ പോവുക, മാർഗങ്ങൾ വേറെയൊന്നുമില്ല. ഞാൻ പറഞ്ഞപ്പച്ച എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഫ്രിഡാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനെന്ന് വന്നിട്ട് ആത്മഹത്യയാവേ എന്നാ വേഗം വാ. അപ്പച്ചനെ മുറിയിൽ എന്നെ കയറ്റി വാതിലടച്ചു പൊതിഞ്ഞു വെച്ചിരിക്കുന്ന 100 ഗ്രാം ഫ്രിഡാൻ എടുത്ത് കാണിച്ചു. കടഭാരം നിമിത്തം മരിക്കാൻ പോയി. ഞാൻ അപ്പച്ചന് വേണ്ടി ദൈവസഭയിൽ കരയാൻ തുടങ്ങി. കർത്താവേ, എൻ്റെ വാക്കുകൾക്കൊന്നും അപ്പച്ചൻ്റെ കടം വീട്ടാൻ പറ്റില്ല. എൻ്റെ വാക്കുകൾക്കൊന്നും അപ്പച്ചൻ്റെ തീരുമാനത്തെ ചേഞ്ച് ചെയ്യാനും പറ്റില്ല. But Lord, one thing I can do, I can kneel for him. എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി മുട്ടുകുത്താൻ പറ്റും. അല്ലോ, പരിഹാരമില്ലാത്ത വിഷയങ്ങളുടെ മുമ്പിൽ ഒരു അഭിപ്രായം പോലും പറയാൻ കഴിയാതെ വണ്ണം ഹൃദയം വെന്തു നീറുന്നവരായി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ഒരു നാമം നിന്റെ തലമേലുണ്ടെങ്കിൽ, ആ നാമത്തിൽ നീ മുട്ടുമടക്കി ആ ദൈവത്തിന്റെ മഹത്വം നിന്റെ കണ്ണിൽ കാണും. ചേർന്നാമീ പറയാൻ കഴിയുന്നവർ അത്തരങ്ങളിൽ തുറന്ന് ദൈവത്തിന് നേരം മുട്ടുകിൽ നിന്ന് കരയാൻ തുടങ്ങി. കർത്താവേ, എനിക്കൊന്നും അറിയില്ല, പക്ഷേ ഈ വിഷയം ഞാൻ അറിയുന്നതിനേക്കാൾ ആഴത്തിൽ നീ അറിയുന്നു എന്ന് പറഞ്ഞ് ദൈവസഭയിൽ കരയാൻ തുടങ്ങിയപ്പോൾ ആത്മാവിൽ നിന്ന് അന്യഭാഷകളിൽ പാടാൻ തുടങ്ങി. ആ പാട്ട് പിന്നീട് മലയാളത്തിൽ ദൈവം തരാനിടയായി തീർന്നു. ആ ഗാനം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സ്തോത്രം ഞാൻ പാടാൻ പോവുകയാണ്. നിൻ ഹൃദയം തളർന്നിടുമ്പോൾ, നിൻ വഴി മുഴുവൻ അടഞ്ഞിടുമ്പോൾ, നിൻ ഹൃദയം തളർന്നിടുമ്പോൾ, നിൻ വഴി മുഴുവൻ അടഞ്ഞിടുമ്പോൾ, നീ ഇടറിടല്ലേ, നീ പതറിടല്ലേ, ക്രിസ്തേശു ജീവിക്കുന്നു. 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 പകയ്ക്കപ്പെട്ടാൽ നീ ദുഷിക്കപ്പെട്ടാൽ, ഒറ്റപ്പെട്ടാൽ നീ തള്ളപ്പെട്ടാൽ, ചെന്ന് പകയ്ക്കപ്പെട്ടാൽ നീ
ആരോഗ്യമുള്ള അല്ലെങ്കിൽ പാകാണ് ഉള്ള ബലം മുഴുവൻ എടുത്തെന്ന് പറഞ്ഞാട്ടെ. ഭൂട്ടാനിൽ ഒരു ദേവദാസൻ പ്രസംഗിക്കുമ്പോൾ സുവിശേഷ പരിപാടികൾ ഒരു കല്ലെടുത്ത് മരത്തിൽ കയറി അപ്രതീക്ഷിതമായി താൻ വിളിച്ചു പറഞ്ഞു, ബോലോജി ഹല്ലേലൂയ. ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ട് ആ വിരോധിയുടെ കയ്യിൽ നിന്ന് കല്ല് താഴെ വീണു. വീണ്ടും അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ബോലോജി ഹല്ലേലൂയ. ജനം ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു. ആ കവട്ടക്കമ്പലിൽ നിന്ന് ആൾ താഴെ വീണു. സ്തോത്രം. മൂന്നാമതും വിളിച്ചു പറഞ്ഞു ഈ ശബ്ദം. ആ സുവിശേഷ വിരോധി ഭയന്ന് കല്ലും എടുത്ത് സ്റ്റേജിൽ ചെന്ന് വിറച്ചുകൊണ്ട് നിന്നു. സ്തുതി ശുദ്ധമാണെങ്കിൽ നിനക്കെതിരായി ശത്രു എവിടെ എന്തെല്ലാം ഏതൊക്കെ ആയിരം കൈ വെച്ചാലും സ്തുതി ശുദ്ധമായി ഉള്ളിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞു വരാമെങ്കിൽ ഇന്ന് പകരം ദൈവത്തിന്റെ മഹത്വം നമ്മുടെ നടുവിൽ നടക്കും. ചെറുടെ കരകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറയാമോ? സ്തുതിക്കുന്ന ഉചിതമാണെങ്കിൽ സ്തുതിയിലെ വസിക്കുന്നവരെ സ്തുതിക്കുന്ന ദൈവമാണെങ്കിൽ നമുക്ക് ആദരിക്കുന്ന ദൈവം. ആത്മാവിൽ ബലപ്പെടുന്ന പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ നിന്റെ മുഖത്തെ ആദരിക്കാനുള്ള എവിടെയില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രിപൂർ നോർത്ത് ആൻഡമാൻ സ്മിത്ത് ഐലൻഡിന്റെ അടുക്കലാണ് ബർമയുടെ ബോർഡർ വരും. കേരളപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ നിയോഗത്താൽ പോയി. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ രാവിലെ സമയം വൃത്തിയായ ഒരു മാതാവ് മുറ്റമടിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ചു നോക്കി. എന്നോട് ചോദിച്ചു, കർത്താവിന്റെ ദാസനാണല്ലേ? ഞാൻ പറഞ്ഞു, മാതാവിനെ ആലിംഗനം ചെയ്ത് ഒരു 80 വയസ്സ് പ്രായം വരും എന്നെ മുറിയിലേക്ക് കൊണ്ടുപോയി. ആ റൂം അടച്ചു. ഒരുമിച്ച് മുട്ടുമ്പോൾ ഒരു 1.5 മണിക്കൂർ ആത്മാവിൽ ആരാധിച്ചു. ആ മാതാവ് പറയുകയാണ്, ദൈവത്തിന്റെ ദാസനെ 50 വർഷത്തിന് മുമ്പ് നാട്ടിൽ നിന്ന് സെറ്റിലേഴ്സിന്റെ കൂട്ടത്തിൽ വന്നതാണ് ഞാൻ. മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ കുടുംബത്തിലെ കൊച്ചുമകളാണ് ഞാൻ. സാധു സുന്ദർ സിംഗിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണ്. പക്ഷെ 35 വർഷമായി കാത്തിരുന്ന കരയുക ഒരു അഭിഷിക്തന്റെ കൂടെ 40 നേരം ആത്മാവിൽ ആരാധിച്ചിട്ട് മരിക്കണം. 35 വർഷത്തെ കണ്ണുനീരാണ് നീ ഈ ദ്വീപിൽ ദൈവം നിന്നെ കൊണ്ടുവന്നത്. പ്രാർത്ഥിക്കുന്നവരുടെ അരികിൽ എത്ര വൈകിയാലും മറുപടി എത്തുമെന്ന് ഞാൻ പറഞ്ഞത്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? സക്കറിയാവിനോട് പറഞ്ഞത് വാർദ്ധക്യത്തില്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ എലിസബത്തിന്റെ ഉദരത്തിൽ ഞാനൊരു ശിശുവിനെ നൽകും, അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറയണം. അധൈര്യപ്പെട്ടു പോകരുത്. മനം അടുത്ത പ്രാർത്ഥന നിർത്താനല്ല. പിശാച് വാക്ക് കേൾക്കുമ്പോൾ നിന്റെ മനസ്സിന്റെ പ്രാർത്ഥന ഷീറ്റ് കീറിക്കളയാനല്ല. ആത്മമണ്ഡലത്തിൽ ഇന്ന് വന്ന് വചനത്തിന്റെ ശക്തിയാൽ ധൈര്യം പ്രാപിച്ചുകൊണ്ട് ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തുന്ന ദൈവത്തോട് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ 7 വർഷങ്ങൾക്ക് മുമ്പ് ചർച്ചിലെ ഒരു വിശ്വാസിയ സഹോദരി ബാങ്കിൽ ജോലിയാണ്. കച്ചി ഭാഷക്കാരനായ ഒരു മനുഷ്യൻ ബാങ്കിൽ പണമെടുക്കാൻ നിന്നപ്പോൾ ആ സഹോദരിയെ കണ്ട് പരിചയപ്പെട്ടിട്ട് ചോദിച്ചു, നിങ്ങൾ ഇസ്രായേലല്ലേ? അതെ. എന്റെ ഭാര്യ 6 മാസമായി തളർവാദം പിടിച്ചു കിടക്കുകയാണ്. ഇനി ഒരു ദൈവങ്ങളോടും പ്രാർത്ഥിക്കാനില്ല, ഇസ്രായേലിന്റെ ദൈവത്തോട് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പാതിരിയോട് പറഞ്ഞു വന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ സഹോദരി ആ പ്രിയപ്പെട്ടവനെ കൂട്ടി പാഴ്സനേജിലാണ് വിവരം പറഞ്ഞു. ഹാരിഷ് എന്ന് പറയുന്ന ഒരു സഹോദരനെ കൂട്ടി ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. കാൽകരങ്ങൾ നിശ്ചലമായി ബെഡിൽ കിടക്കുന്ന ഒരു സഹോദരി. എന്ത് പറയണം എന്നൊന്നും അറിയില്ല. പക്ഷെ അന്ന് ഇന്ന് എനിക്ക് കരയാൻ അറിയാം. ഹലോ, കരച്ചിലൊരു ബലഹീനതയല്ല, നിഷ്കളങ്ക ഹൃദയത്തിനെ അത് ചെയ്യാൻ പറ്റില്ല. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നാണ് അമ്മി ആരും അറിയാതെ ആലയത്തിൽ തനിയെ പോയി കരഞ്ഞ ഹന്നായുടെ മുഖം പിന്നെ വാടിയതായി കണ്ടില്ല. ദൈവസന്നിധിയിൽ കരയുന്നതാണ് ഒരു വിശുദ്ധന്റെ അസറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് ചേർന്ന് ആമീൻ പറയാൻ കഴിയട്ടെ. സ്തോത്രം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, വൈകുന്നേരത്തും
അവനെ കാലത്ത് ഉച്ചയ്ക്ക് ഞാൻ സങ്കടം തോന്നിപ്പിച്ചിട്ട് അറിയും. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കാം. പറയാൻ പറ്റുമോ? എന്റെ ഹൃദയത്തിൽ ദൈവം ഒരു നിയോഗം നൽകി. ഒരു ഗുജറാത്തിൽ പുതിയ നിയമം ആ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ. അവർക്ക് 2 പെൺകുഞ്ഞും ആൺമക്കളില്ലാത്തത് കൊണ്ട് അനാഥശാലയിൽ നിന്ന് ഒരു ആൺകുഞ്ഞിനെ എടുത്ത് വളർത്തുന്നു. എൻ്റെ ഉള്ളിൽ ദൈവം പ്രേരണ നൽകി, നീ അവരോട് പറ, അടുത്ത 7 ദിവസത്തേക്ക് ഈ ദൈവവചനം നിരന്തരം വായിച്ച് കേൾപ്പിക്കണം, യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ഈ ഭിത്തിമേൽ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങളോട് നിങ്ങൾക്ക് ഇനിയും പ്രാർത്ഥിക്കാനുണ്ടോ? അവർ പറഞ്ഞു, സബ്ദുവായ എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞു. യേശുവിനെ പരിചയപ്പെടുത്തി. ഒത്തിരി കാര്യങ്ങളൊന്നും പറയാൻ പോയില്ല. ആ ബൈബിൾ കൈ കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 7 ദിവസം നിങ്ങൾ ഒരു അന്യദേവനോട് പ്രാർത്ഥിക്കാതെ ഈ സുവിശേഷ ഭാഗങ്ങൾ വായിക്കണം. ആ ഭാഗങ്ങളിലെല്ലാം യേശു അത്ഭുതങ്ങൾ ചെയ്ത് നിങ്ങൾ കാണും. അതുപോലെ എൻ്റെ അമ്മയിലും ഒരു അത്ഭുതം ചെയ്യണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിരുന്നു. അടുത്ത 7 ദിവസം ഞാൻ എങ്ങും ദൂരയാത്ര ചെയ്തില്ല. മുറിക്കുള്ളിൽ പ്രാർത്ഥന തന്നെ പ്രാർത്ഥന, രാവും പകൽ, രാവും പകൽ, രാവും പകൽ. ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവരായാലും വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കും. ചേർന്നാമീൻ പറയാൻ പറ്റുമോ? അവരെ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടത് യഹോവയുടെ കണ്ണ് ഭൂമിയൊക്കെ ഊടാടിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന മുറിയിൽ നീ തനിയെ കീറിയ പായലാണെങ്കിലും ഇന്നലകളിൽ പ്രാർത്ഥിച്ചത് മറന്നതാണെന്ന ദൈവമല്ലവൻ. പറയാൻ പറ്റുമോ? 3-ാമത്തെ ദിവസം കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, സൗഖ്യം കിട്ടിയാലും അവൻ വിശ്വാസത്തിൽ വരില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ പറ്റില്ല, അടിയൻ നിന്റെ നാമത്തിൽ അവിടെ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. സൗഖ്യം കിട്ടിയല്ലാതെ ഇവിടെ എഴുന്നേൽക്കുന്ന പരിപാടിയില്ല. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ലെന്ന് പറഞ്ഞ് അർദ്ധരാത്രി മുഴുവൻ ഒരു നദിക്കരയിൽ കരഞ്ഞും മഞ്ഞിൽ ദൈവത്തോട് കണ്ണുനീര് കൊണ്ട് മല്ല് പിടിച്ചവൻ നേരം വെളുത്തപ്പോൾ ജീവിതം മാറി, സ്വഭാവം മാറി, വാഗ്ദത്തങ്ങളുടെ ഉടമയായി മാറാൻ ദൈവത്തിന് അവന് പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇസ്രായേൽ എന്ന പേര് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ അവന്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കി. പിന്നത്തേതിൽ ഇസ്രായേൽ ഒരു ജനതയായി മാറി, ഇസ്രായേൽ ഒരു ഭൂപ്രദേശമായി മാറി, ഇസ്രായേൽ ഒരു രാഷ്ട്രമായി മാറി. വാഗ്ദത്തം നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. ആരോഗ്യത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ സന്തോഷത്തിന്റെ കരങ്ങളൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. 7-ാമത്തെ ദിവസം രാവിലെ 4 മണിക്ക് ഹരീഷ് എന്റെ റൂമിൽ വന്നു. എല്ലാ ദിവസവും വെളുപ്പിന് 4 മണിക്ക് നിങ്ങൾ മുട്ടുമേ നിൽക്കുന്ന ശീലമുണ്ടെന്ന് കർത്താവിനോട് പറഞ്ഞ് ഞാൻ അവളെ സൗഖ്യമാക്കിയിരിക്കുന്നു. 107-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ പറയുന്നത് എന്താണ്? അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, അവരെ അവരുടെ കുഴികളിൽ കയറ്റി. എന്റെ ദൈവത്തിന്റെ വചനം ചെന്നാൽ നിന്റെ കുഴിയുടെ ആഴമൊന്നും ദൈവത്തിന് ആവശ്യമില്ല. അവൻ കരകയറ്റാൻ പ്ലാൻ ഇട്ടാൽ അവന്റെ ഒരു വചനം മതി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. പറയാൻ പറ്റുമോ? ഇന്നവകൾ വചനം ഏറ്റെടുക്കുന്നവരെല്ലാം വ്യാപരിക്കും. വചനത്തിന്റെ ശക്തി വ്യാപരിക്കുമെങ്കിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവന്റെ വചനം വെറുതെ പോകുകയില്ല. അവൻ യാക്കോബിൽ അവനെ വചനം അയച്ചു, അത് ഇസ്രായേലിൽ വീണത് വചനം തന്നിരിക്കുന്നത്. ഇന്നവകൾ എത്ര 1000 മൈൽ ദൂരത്താണ് നിന്റെ പ്രാർത്ഥന വിഷയമെങ്കിൽ ഇന്നവകൾ ആത്മാവിൽ ആരാധിച്ച് ആ വചനം ഉള്ളിൽ ഏറ്റെടുക്കാൻ തയ്യാറായ ആ വചനത്തിന്റെ ശക്തി വിദൂരങ്ങളിൽ റിസൾട്ട് വിളിച്ചു വരുന്നു. ഞാൻ പറഞ്ഞ ഹാരിഷ് ആ സഹോദരിയെ ദൈവം സൗഖ്യമാക്കി കഴിഞ്ഞു. അതേ മുറിയിൽ തുള്ളിച്ചാണ്. ഞങ്ങൾ വേഗം ഒരു 7 മണിയോട് അടുത്തവരുടെ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരി അങ്ങനെ കിടക്കി. കർത്താവ് പറഞ്ഞ് സൗഖ്യമാക്കിയത്. പക്ഷെ ഞങ്ങളെ കണ്ട ഉടനെ ആ പ്രിയപ്പെട്ടവൾ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, കൊച്ചേ ഉണ്ണാമന്തി എനിക്ക് എഴുന്നേൽക്കണം.
സ്തോത്രം. ആ കുഞ്ഞുങ്ങൾ ആ മാതാവിനെ പിടിച്ച് ചാരി ആ ഭിത്തിയോട് ചേർത്തിരുത്തി. അമ്മേ, അവിടെ കാലുകൾ തനിയെ നിവരാൻ തുടങ്ങുന്നു, ചലിക്കാൻ തുടങ്ങുന്നു. ഒന്നും പ്രാർത്ഥിച്ചില്ല, ഒന്നും കൈതട്ടില്ല. ദൈവത്തിന്റെ കരം ഇറങ്ങിയാൽ ഒരു മനുഷ്യനും ഒന്നും ചെയ്യണ്ടാമേ. മുറിയടച്ച് കരയുമ്പോൾ ജീവൻ പ്രാപിക്കേണ്ടതൊക്കെ അപ്പുറത്ത് ജീവൻ പ്രാപിക്കും. മുറിയടച്ച് മുട്ടുമേൽ ഇരിക്കുമ്പോൾ നടക്കേണ്ടടുത്തൊക്കെ ചിലത് നടക്കും. ഹല്ലേലൂയ. നടക്കത്തില്ലെന്ന് പിശാച് പറയും. ഒന്ന് നടക്കത്തില്ലെന്ന് പിശാച് നിന്റെ മനസ്സിൽ മന്ത്രിക്കും. പക്ഷേ അകത്ത് നിയോഗം പ്രാപിച്ചത് ആത്മാവിൽ നിറഞ്ഞ് അധികാരത്തോടെ പ്രാർത്ഥിച്ചത് തുടങ്ങിക്ക് ഈ പട്ടണത്തിൽ ദൈവം നിന്റെ മുഖത്തെ ആരാധിക്കാൻ പോവുക. ഏറ്റെടുക്കുന്നവർ ആത്മാവിൽ ആരാധിക്കണം. ഹല്ലേലൂയ. അത് കേൾക്കാനായി താഴ്ന്നിരിക്കുന്നത് ഇതുവരെ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ കാലുകളിൽ മുഴങ്ങുന്നെങ്കിൽ, അത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നെങ്കിൽ, അത് നിങ്ങളുടെ ജീവനാണ്. അല്പം കഴിഞ്ഞപ്പോൾ ആ മാതാവ് കുഞ്ഞുങ്ങളോട് പറയാം, മുച്ചൻ സന്നാമത്തി. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ തോളിൽ ആ നിശ്ചലമായ കരങ്ങൾ ജീവൻ പ്രാപിച്ച് അവർ ചലിക്കാൻ തുടങ്ങി. ഹരീഷ് ഞാനും മാറി നിന്ന് കരയുകയാണ്. കാരണം അവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ കൈവച്ചില്ല, ഞങ്ങൾ അവരുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചില്ല. സ്തോത്രം. ദൈവമക്കളെ, ഒരു സാഹസികതയും ദൈവപ്രവൃത്തിക്ക് ആവശ്യമില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിയിൽ ആത്മനിറവിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി ആ വിഷയത്തിന്മേൽ ജനറേറ്റ് ചെയ്യുവാന്ന് അന്നവരെങ്കിലും പറയാനുള്ളത്. എത്ര കാര്യം പറയാൻ പറ്റും? ഹല്ലേലൂയ. പ്രാർത്ഥന വെറുതെയല്ല, പ്രാർത്ഥന പവർഫുള്ളാണ്. ചേർന്നാമി പറ, ചേർന്നാമി പറ. നിന്റെ മുറിയിൽ, നിന്റെ ഓഫീസിൽ, നിന്റെ ജോലി സ്ഥലത്ത് നീ ഡ്രൈവ് ചെയ്യുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ജനറേറ്റ് ചെയ്യുകയാണ്. ഒരു വലിയ കൂട്ടം ഗ്രാമവാസികൾ ഓടി വന്നെ കാലിൽ വീണു. ഭഗവാനമാനകർമ്മിയായ ഞാൻ പറഞ്ഞു, ഞാനല്ല ഈ സഹോദരി സൗഖ്യമാക്കിയത്, ഞാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 5-ാം വാക്യം നമ്മുടെ ധ്യാനത്തിനായി വായിക്കാം. Gospel of John chapter 2 verse 5. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ, ശ്രദ്ധിക്കണം, എല്ലാവരും ചേർന്ന് വായിക്കുമോ? അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുകയും. ഹലോ, പ്രൈസ് ഗോഡ്. ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെല്ലാവരോടും ശ്രദ്ധിച്ചേ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുകയും. ഒരുമിച്ച് പറഞ്ഞാട്ടെ. യേശു ക്രിസ്തു എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. Jesus never requesting, but he always commanding. ചേർന്നാമീൻ പറ. യേശു ഒരിക്കലും അപേക്ഷിക്കുന്നവനല്ല, യേശു കൽപ്പിക്കുന്നവനാണ്. യേശുവിന്റെ വാക്കിൽ ശക്തിയുണ്ട്, അവന്റെ വസ്ത്രത്തിൽ ശക്തിയുണ്ട്, അവന്റെ വചനത്തിൽ ശക്തിയുണ്ട്. ചേർന്നാമീൻ പറ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമോ? യേശുവിന്റെ വാക്കിൽ ശക്തിയുണ്ട്, യേശുവിന്റെ വസ്ത്രത്തിൽ ശക്തിയുണ്ട്, യേശുവിന്റെ വചനത്തിൽ ശക്തിയുണ്ട്. യേശുവിന്റെ വാക്കിന്റെ പ്രത്യേകത എന്താണ്? ചില റെഫറൻസുകൾ പറയാം, നിങ്ങളത് കുറിച്ചെടുത്താൽ കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. മർക്കോസ് 13:31 പറയുന്നു, യേശുവിന്റെ വാക്കിന്റെ പ്രത്യേകത എന്താണ്? സ്തോത്രം. Heaven and earth shall pass away. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകില്ല. അങ്ങനെയുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഇംപെരിഷബിൾ ആയിട്ടുള്ളതാണ് യേശുവിന്റെ വാക്ക്. ഒരു രാജാവിന്റെ വാക്കിന് ഭരണകാലം വരെയുള്ളൂ, പക്ഷേ നമ്മുടെ കർത്താവ് നിത്യനാണ്. സ്തോത്രം. അവന്റെ രാജത്വത്തിന് മാറ്റമില്ല. അവേ സ്തോത്രം. ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ജഹോവ വിറ്റ്നസിന്റെ നടുവിൽ നിങ്ങൾ ആയിരിക്കുകയാണ്. ഒരു വലിയ ജനതയുടെ ഉണ്ട്. തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, മഹാദൈവം. ആ വാക്യം എടുത്ത് വയ്യോ, വേഗം എടുത്ത് ചില റെഫറൻസുകൾ നിങ്ങൾ വായിക്കേണ്ടിയിരിക്കുന്നു. തീത്തോസിന്റെ ലേഖനം
2-ാമത്തെ അധ്യായം 12-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും യെസ് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? മഹാദൈവം. യെസ്, അവിടെ എഴുതിയിരിക്കുന്ന മഹാദൈവം എന്ന വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അതിന്റെ മേളിലോ താഴെയോ അതിന്റെ ബാക്കി കാണുമായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. മഹാദൈവം, ആൾമൈറ്റി ഗോഡ് എന്നുള്ള പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകനോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യ ഗവൺമെന്റ് അവന്റെ തോളിലിരിക്കും. അവൻ ആരാ? മന്ത്രിമാരെ കിട്ടും. അത്ഭുത മന്ത്രി ഒന്നേ ഉള്ളൂ, യേശു. വീരനാം ദൈവം, ധാരാളം ദൈവങ്ങളെ കിട്ടും. പക്ഷേ ചെറുതാമയും പറയാമോ? വീരനാം ദൈവം, പിതാക്കന്മാരെ ഒത്തിരി കിട്ടും. പക്ഷെ നിത്യപിതാവ് അവൻ മാത്രമാണ്. സ്തോത്രം. ഞാൻ അങ്ങനെ ആ ദൈവത്തെ ഭാഗത്തേക്ക് നിന്ന് മടങ്ങി വരട്ടെ. സ്തോത്രം. അതുകൊണ്ട് യേശു ക്രിസ്തു മഹാദൈവം. അതുകൊണ്ട് അവന്റെ മഹാദൈവമായവന്റെ വചനത്തിന് എന്തില്ല? ഒരിക്കലും മാറ്റമില്ല. ഇംപെരിഷബിൾ ആയിട്ടുള്ളതാണ് അവന്റെ വചനം. ദൈവത്തിന് സ്തോത്രം. ചേർന്നാമി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 2 ലൂക്കോസ് 4:28 യേശുവിന്റെ വാക്കിന്റെ പ്രത്യേകതയാണ് എഴുതിയിരിക്കുന്നത്. ലൂക്ക് ചാപ്റ്റർ 4:22 എന്താ എഴുതിയിരിക്കുന്നത്? 22. Yes, എല്ലാവരും അവനെ പുകഴ്ത്തി. Praise God. അവന്റെ വാക്കുകൾ എല്ലാം എന്താണ്? ഗ്രേഷ്യസ് എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ലാവണ്യ വാക്കുകൾ. ലൂക്ക് ചാപ്റ്റർ 4:32 ഇവിടെ കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ്. And they were all astonished at his doctrine. അവന്റെ ഉപദേശത്തിൽ എല്ലാവരും വിസ്മയിച്ചു. കാരണം തൊട്ടുതാഴെ പറയുന്നു, അവൻ കേവലം ശാസ്ത്രിമാരെ പോലെയല്ല, അവൻ അധികാരമുള്ളവനായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ യേശുവിന്റെ വാക്കിന് എന്തുണ്ട്? ശക്തിയുണ്ട്, പവറുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. യോഹന്നാൻ 6:63 പറയുന്നത് യേശുവിന്റെ വാക്കിന്റെ പ്രത്യേകത എന്താണ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വേഗം അതെന്താണ്? യേശു പറയുന്നു, എന്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. അങ്ങനെയുണ്ടെങ്കിൽ കർത്താവിന്റെ വാക്കുകളെല്ലാം സ്പിരിച്വലാണ്. ചേർന്നാമയും പറയാൻ പറ്റും. സമയച്ചെടുക്കൊണ്ട് ഞാൻ കൂടുതൽ വായിപ്പിക്കുന്നില്ല. 7-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Gospel of John chapter 7:45 അവിടെ വരുമ്പോൾ സേവകനായ ഒരു ഓഫീസേഴ്സിനെ യേശുവിന്റെ അരികിൽ അയച്ചു അവനോട് സംവാദം നടത്തുവാൻ. പക്ഷേ അവര് പറയുന്നത് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കണം. അവന്റെ വാക്ക് പോലെ വേറെ ആരും സംസാരിച്ചിട്ടില്ല. അവന്റെ വാക്കുകൾ അതുല്യ വാക്കുകളാണ്. ചേർന്നാമേ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അവന്റെ വാക്കുകൾ അതുല്യമായ വാക്കുകളാണ്. അവൻ സംസാരിച്ചതുപോലെ ആരും സംസാരിച്ച് കേട്ടിട്ടില്ല എന്ന് താഴോട്ട് നമ്മൾ വായിക്കുന്നു. 12:48 പറയുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? അന്ത്യനാളുകളിൽ ന്യായം വിധിക്കുന്ന വാക്കുകളാണ് ഈ വചനങ്ങൾ. കേൾക്കുന്നതായ വചനം എന്ത് ചെയ്യും? മനുഷ്യനെ ന്യായം വിധിക്കും. 14-ാം അധ്യായം 24-ലേക്ക് നിങ്ങൾ വരുമ്പോൾ ചിന്തിച്ചാൽ അറിയാം. സ്തോത്രം. അവന്റെ വാക്ക് എന്താണ്? ഈ ഭൂമിയിൽ നിന്ന് വരുന്ന വചനങ്ങളല്ല, ഉയരത്തിൽ നിന്ന് വരുന്ന വചനങ്ങളാണെന്ന് ചേർന്നാമേ പറയാൻ പറ്റുമോ? അങ്ങനെയുണ്ടെങ്കിൽ അതുല്യമായ വാക്കുകൾ, നശിക്കാത്ത വാക്കുകൾ, ജീവൻ നൽകുന്ന വാക്കുകൾ, ശക്തിയുള്ള വാക്കുകൾ, അധികാരമുള്ള വാക്കുകൾ, ഉയരത്തിലെ വാക്കുകൾ, ജീവനും ആത്മാവുള്ള വാക്കുകൾ. എത്ര പേർക്ക് ചേർന്നാമേ പറയാൻ പറ്റും? യേശുവിന്റെ വാക്കിൽ ശക്തിയുണ്ട് സഹോദരങ്ങളെ. ചേർന്നാമേ പറഞ്ഞാട്ടെ. യേശുവിന്റെ വാക്കിൽ ശക്തിയുണ്ട്. അവൻ സദാനങ്ങൾ പറയുകയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ എന്ത് ചെയ്യും? സൗഖ്യം വരെ. ചേർന്നാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവന്റെ വാക്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടാൽ ഇന്ന് പകലും നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ചേർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണം കേട്ടോ. ഞാൻ സഭാ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, PJ ജോസഫ് എന്ന് പറയും. ഇന്ന് അവരെല്ലാവരും സ്റ്റേജിലാണ്. സ്തോത്രം. അച്ഛനഞ്ചു മക്കളാണ്. മകളുടെ കുഞ്ഞിനെ അവൾ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിന്റെ നിറം 1 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വയലറ്റ് കളറായി മാറി. സ്തോത്രം. മദ്രാസിലുള്ള വിജയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കുഞ്ഞ് മരിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പായി. സ്തോത്രം. വിവരം അറിയിച്ചു. ചെന്ന് മുട്ടുമ്പേ നിന്നു. കണ്ണുനീരോട്
ആ പൈതലിന്റെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോയിരുന്നു. സ്തോത്രം. പക്ഷേ ചെന്നൈ എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് ആ ശരീരം പൂർവ്വസ്ഥിതിയിൽ വന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകരം വിശ്വസിച്ചുകൊണ്ട് വചനം വായിച്ചാൽ, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചാൽ നിന്റെ ഏത് സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ വിശ്വസിച്ച കരങ്ങളെ ഉയർത്തിയിട്ട് പറ, എന്റെ ഏത് സ്ഥിതിക്കും ഭേദം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നമ്മൾ പലപ്പോഴും ചെയ്തു ദോഷങ്ങളെ ഭയപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്നവരാണ്. മിഡിൽ അറ്റമാനിലായിരിക്കുമ്പോൾ ഒരു ഹൈന്ദവ ഭവനത്തിൽ പോയി നിരന്തരം പ്രാർത്ഥിപ്പാൻ നിയോഗമുണ്ടായി. 14 ദിവസം നിരന്തരം പോയി പ്രാർത്ഥിച്ചു. 14ാമത്തെ ദിവസം ദൈവത്തിന്റെ ആത്മാവ് ആ ഭവനത്തിലുള്ള മാതാവിനുള്ള ദുരാത്മാവിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. മകൾക്ക് സൗഖ്യം കിട്ടി. ആലയത്തിൽ വന്ന് കയറിയ ഉടനെ ആ ദൈവാത്മാവ് നിയോഗിച്ചു വീണ്ടും പ്രാർത്ഥിക്കാം. 9 മണിക്ക് വീണ്ടും ഞാനും കർത്താവിന്റെ പ്രാർത്ഥിക്കാൻ അല്പം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ശബ്ദം നിലയ്ക്കുന്നത് പോലെ, ബന്ധിക്കപ്പെടുന്നത് പോലൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഉള്ളിൽ നിന്ന് ഒരു നിയോഗമുണ്ടായി, യേശുവിന്റെ രക്തം ജയം. ഹലോ, യേശുവിന്റെ രക്തം ജയം എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ശരീരം ഫ്രീ ആകാൻ തുടങ്ങി. ഹലോ, ഇവിടെ ഉണ്ടല്ലോ. സ്തോത്രം. എന്തുകൊണ്ടാ വചനം പറയുന്നു, കുഞ്ഞാവേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും, ബാക്കി പറ, ഭാഷയിലും വംശത്തിലുമുള്ളവരെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ഇവിടുത്തെ മന്ത്രവാദികളുണ്ടെങ്കിലും ആഭിചാരകരുണ്ടെങ്കിലും ശുദ്രക്കാരനുണ്ടെങ്കിലും ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ അസോസിയേഷന്റെ നടുവിൽ സാത്താന്യ ആരാധന സമൂഹം വർദ്ധിച്ചു വരുന്നതിന്റെ നടുവിൽ ദൈവ ജനങ്ങളുടെ പാർക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി you must understand the power of the blood of Jesus Almighty. Hallelujah. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്നലെ ആരാധന ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം അടയാളമാണെങ്കിൽ ശത്രു സംഹാരത്തിന് പ്രാണികളും പദ്ധതികളും പ്രൊജക്ടുകളും നിന്റെ മേലോ, നിന്റെ ആലയത്തിന്റെ മേലോ, നിന്റെ കുടുംബത്തിന്റെ മേലോ, നിന്റെ ബൗണ്ടറിയിലോ കയറാറുണ്ട്. ഒരു 11:50 ഒരേ ആത്മാവിൽ, ഒരേ ശബ്ദത്തിൽ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, കമ്പ്യൂട്ടർ ബാബുവിന്റെ ഭവനത്തിൽ വരുന്ന മഹാനർത്ഥത്തെ ആമേൻ അതിന്റെ ദിശമായി മാറിപ്പോകുവാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നുവെന്ന് അധികാരത്തോടെ പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് നിയോഗം നൽകി. ആ പ്രാർത്ഥന കഴിഞ്ഞു. ഒരു പെരുമഴ പെയ്തു തോന്നുന്നത് പോലെ തോന്നി. സ്തോത്രം. അതിരാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് അവിടെ ചെല്ലുമ്പോൾ ആ പ്രിയപ്പെട്ടവൻ ഞങ്ങളെ അന്വേഷിച്ചു വരികയാണ്. സ്തോത്രം. ഞങ്ങൾ ചോദിച്ചു, കഴിഞ്ഞ രാത്രി 12 മണിയോട് അടുക്കാറായപ്പോൾ എന്താ വീട്ടിൽ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർമാരെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, വന്നു കാണുക. വീട്ടിൽ ചെന്നപ്പോൾ കോട്ടേഴ്സിനോട് ചേർന്ന് അതിഭയങ്കരമായ ഒരു ആൽക്കുരിശം നിന്നിരുന്നു. രാത്രിയുടെ ചുഴലിക്കാറ്റിൽ, സ്തോത്രം, അത് പിഴുത് തന്റെ മൂത്ത മകൾ കിടക്കുന്ന ബെഡ്റൂമിന്റെ മുകളിൽ വീണു. എന്നാൽ സംഭവം നടക്കുന്നതിന്റെ ചില മിനിറ്റുകൾക്ക് മുമ്പ് ആരോ ആ മകളെ തട്ടി ഉണർത്തുന്നത് പോലെ തോന്നി. നീ പിതാവിന്റെ മുറിയിൽ പോയി കിടക്ക. അവൾ പോയി കിടന്നു. അവൾ കിടന്ന കപ്പിൽ തവിടുപൊടിയായി. സ്തോത്രം. ആ മകൾ പറയുകയാണ്, പാസ്റ്റർ, കഴിഞ്ഞ 14 ദിവസമായി ആത്മഹത്യ ചെയ്യണം എന്ന തോന്നലായിരുന്നു. പക്ഷേ നിങ്ങൾ ആ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ വന്നു. ഇന്ന് പകൽ ഞാൻ താഴ്മയോടെ വിളിച്ചു പറയാം, ഒരാത്മാവിന്റെ മേൽ ശത്രു പദ്ധതി ഇടുമ്പോൾ ആരെയൊക്കെയോ ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ തട്ടി ഉണർത്തുന്നത്. ചെറുതാമി പറയാമോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ നിയോഗം ലഭിച്ചത് എത്ര ധൃതിയാണെങ്കിലും, എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ വന്നാലും അതെല്ലാം മാറ്റി സെക്കൻഡറി ആയി വെച്ചിട്ട് നിയോഗം ലഭിച്ചവന്റെ മുമ്പിൽ നീ മുട്ടുകുത്തണം. റിസൾട്ട് അവിടെ ഉണ്ടാകും. ഇത് പറഞ്ഞിട്ട് ആ പിതാവ് ഒരു ഡയറിയിൽ നിന്ന് പഴയൊരു പോസ്റ്റ് കാർഡ് എടുത്തുകൊണ്ട് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക. തന്റെ മകളുടെ 21ാമത്തെ വയസ്സ് തികയുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ നിന്നൊരു ദുർമരണത്തിലൂടെ മാറ്റപ്പെടുമെന്ന് ജോത്സ്യൻ എഴുതി വെച്ച ജാതകം. ഹലോ, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോത്സ്യൻ ജാതകം എഴുതി, പക്ഷെ യേശു ക്രിസ്തു ജാതകം തിരുത്തി. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇന്നും പകലും നീ ആത്മാവിൽ ആമേൻ ബലം പ്രാപിക്കാൻ തയ്യാറായാൽ ഏത് കുഴഞ്ഞ വിഷയത്തിന്റെ നടുവിൽ കുരുങ്ങി കിടന്നാലും, എത്ര വടം പോലുള്ള കെട്ടിനാൽ നീ അമർന്നിരുന്നാലും ഇന്ന് പകൽ കുഞ്ഞാടിന്റെ രക്തത്തിൽ ഒന്ന് ആശ്രയിച്ച് അധരം തുറന്ന് പറഞ്ഞു നോക്കിക്കേ. യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. അധരം തുറന്ന് അല്പസെക്കൻഡുകൾ കർത്താവിന് മഹത്വം കൊടുത്താൽ യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം ചെയ്യും. ശക്തിയുള്ള ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ശക്തിയുള്ള ദൈവത്തിന് മഹത്വം കൊടുത്താൽ
വിവാഹവേദിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തിരിക്കുമ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠന്റെ മകൾ ഡെലിവറിക്ക് വേണ്ടി തിയേറ്ററിലാണ്. സ്തോത്രം. അവളുടെ ഹസ്ബൻഡും ഡോക്ടറാണ്. പക്ഷെ എനിക്കൊരു മെസ്സേജ് ഇട്ടു, ഷാജി പപ്പ കോംപ്ലിക്കേറ്റഡ് ആണ്, പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ ആ സ്റ്റേജിൽ ശുശ്രൂഷയിലാണെങ്കിലും എൻ്റെ ഹൃദയം വല്ലാതെ നീറുകയാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കുന്ന ആദ്യത്തെ പൈതലാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പല പ്രാവശ്യം ഞങ്ങൾ കണ്ട് മരിച്ച ഒരു കുഞ്ഞിനെ അവൾ പ്രസവിക്കുന്നത് പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥനയിൽ കണ്ടു. പക്ഷേ ഞങ്ങൾ ദൈവസ്ഥലത്തിൽ വാഗ്ദത്തം മുറുകെപ്പിടിച്ചു. സ്റ്റേജിൽ ഇരുന്ന് കരയുകയാണ്, കർത്താവേ, നിന്റെ വചനത്തിന് ശക്തിയുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഹലോ, അവിടെ ആ സ്റ്റേജിൽ ഇരുന്ന് കരയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് എന്റെ ഉള്ളത്തിലേക്ക് ഒരു വാക്യം തന്നു. ഐസിയ ചാപ്റ്റർ 66 verse 9. ക്യാരി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിനായി ഈ വചനം ഇരിക്കട്ടെ. സ്തോത്രം. ആമേൻ. 66-ാം അധ്യായം യെശയ്യാവ് 9-ാം വാക്യം എന്തെഴുതിയിരിക്കുന്നു? ഞാൻ പ്രസവദ്വാരത്തിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രസവിക്കുവാനാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്നും നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. ഈ വാക്യം ആത്മാവിൽ എനിക്ക് ലഭിച്ചു. പെട്ടെന്ന് മരുമകൻ അയച്ചു കൊടുത്തു, മോനെ, ഈ വചനം നിന്റെ ഫോണിൽ എത്തുമ്പോഴേക്കും ദൈവത്തിന്റെ മഹത്വമാണ് വെളിപ്പെടും. സ്തോത്രം ചെയ്തില്ല. ഇന്ന് പകരം വചനം വായിക്കുന്നവന് ബോധ്യം ഉണ്ടെന്ന് എന്റെ ദൈവം ജീവിക്കുന്നവന് എത്ര പേർക്ക് ചേർന്ന് ആമീൻ പറയാൻ പറ്റും? സ്തോത്രം. ഭക്ഷണം പോലും കഴിക്കാതെ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ വേഗം പോവുകയാണ്. ഇങ്ങനെ ബൈബിളിനോട് പറഞ്ഞു, ഇനി നമ്മൾ ചെല്ലുമ്പോൾ ഒരുപക്ഷെ ദൈവം ഒരു ആൺകുഞ്ഞിനെ ആയിരിക്കും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ തരാൻ പോകുന്നത്. സ്തോത്രം. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്കും സ്തോത്രം നേഴ്സ് ഒരു ആൺകുഞ്ഞിനുമായി വെളിയിൽ വരിക. വചനത്തിന് ശക്തിയുണ്ടോ? മരണത്തിന്റെ കത്തിയുമായി പിശാച് നിൽക്കും, എന്നാൽ ജീവിപ്പിക്കുന്ന വചനമായി ഇരുവായുധങ്ങളുടെ വാളുമായി ദൈവം അതിനെതിരെ നിൽക്കും. ചേർന്നാമി പറയാമോ? ചേർന്നാമി പറയാമോ? ഹല്ലേലൂയ. ഇന്ന് മുതൽ വചനത്തിന്റെ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ എരിവോടെ നാം സേവിച്ചിടാം. ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ എരിവോടെ നാം സേവിച്ചിടാം. ഒരിക്കൽ കൂടെ, ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ എരിവോടെ നാം സേവിച്ചിടാം. ഉത്സാഹത്തിൽ മടിപ്പില്ലാതെ എരിവോടെ നാം സേവിച്ചിടാം. കല്യാണ വിരുന്നിന് യേശുവിനെ ക്ഷണിച്ചു, ശിഷ്യന്മാരെ ക്ഷണിച്ചു. കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകുന്നതിന് കുഴപ്പമില്ല, ഞായറാഴ്ചയാണെങ്കിൽ ഒഴിവാക്കണം. സ്തോത്രം. കർത്താവ് പറഞ്ഞത് നമുക്ക് പശ്ചാത്തലം അറിയാം. വിവാഹ വീട് ആനന്ദത്തിന് വീടാണ്, സന്തോഷത്തിന് വീടാണ്. പക്ഷേ അവരറിയാത്ത ഒരു പരസ്യമായി നിന്ന അവരുടെ പുറകെ വന്നു. പക്ഷേ യേശുവിന്റെ സാന്നിധ്യം ആ നിന്ന മാറ്റാനിടയാണ്. സ്തോത്രം ചെയ്തില്ല നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് അകത്തുള്ള പാത്രങ്ങളെ ഒന്നും എടുത്തില്ലല്ലോ. വിശദീകരിക്കുന്ന സമയമില്ല, ഞാൻ അതിന്റെ ക്രീമായിട്ടുള്ള ഭാഗം പറയാം. യേശു പറഞ്ഞത് അകത്ത് മാന്യമായ ഒരു പാത്രങ്ങളിലും നിറയ്ക്കണമെന്നല്ല, പിന്നെന്താ, ഈ കൽപാത്രങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. യേശു പറഞ്ഞത് എന്താണ്? ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പി. കൽപാത്രത്തിന്റെ 3 സ്റ്റേജാണ് എനിക്ക് നിങ്ങളോട് പറയാൻ നിയോഗമുള്ളത്. ഒന്ന്, ഈ കൽപാത്രം എങ്ങനെയാ ഉണ്ടായത്? എവിടെയോ ഒറ്റപ്പെട്ട് കിടന്ന ഒരു പാറക്കോറിയിൽ നിന്ന് ഒരിക്കൽ അതിനെ കീറിയെടുത്തു, അല്ലേ? യെശയ്യാ പറയുന്നു, നിന്നെ വെട്ടിയെടുത്ത പാറയെങ്കിലേക്കും കുഴിച്ചെടുത്ത കരിമ്പത്തിലേക്കും നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. സ്തോത്രം. ദൈവം നമ്മെ പീസ് പീസായി പല പശ്ചാത്തലത്തിൽ നിന്ന് കട്ടി എരിഞ്ഞെടുത്തു. ആമേൻ പറയാൻ പറ്റും. അതിന് മുഖാന്തരം ദർശനമാകാം, നിയോഗമാകാം, വചനധ്യാനമാകാം,
സന്ദേശമാകാം, വെളിപ്പാടാകാം, എന്തുമാകട്ടെ, കർത്താവിന് നിന്നെ വെട്ടിയെടുക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ ആ സമയത്ത് നീ ദൈവത്തിന്റെ കരങ്ങളിൽ വെട്ടപ്പെട്ട് പുറത്തു വരും. സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽ അതുകൊണ്ടാണ് ജ്യോതിഷുകളെ പോലെ ശോഭിക്കുവാൻ, വചനം പ്രമാണിക്കാൻ കൃപ ലഭിച്ചത്. സ്തോത്രം. ഇന്നും മഹിമകളുടെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം നിനക്ക് കൃപ നൽകുന്നതിന്റെ കാരണമെന്താ? അവൻ നിന്നെ വെട്ടിയെടുത്തത് കൊണ്ട് ആർക്കും മഹത്വം കിട്ടത്തില്ല. എന്നെ വെട്ടിയെടുത്തത് എന്റെ ദൈവമാണ് ആത്മബോധ്യമുള്ളവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വെട്ടിയെടുക്കുമ്പോൾ വേദനയും മുറിവും ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇതോടെ കഷ്ടത തീർന്നു. ഒരിക്കൽ യോസഫിന്റെ സ്റ്റോറി വായിച്ചു വന്നപ്പോൾ എന്റെ മിനിസ്ട്രിയിൽ 13 വർഷത്തെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, യോസഫിന് 13 വർഷത്തെ കഷ്ടതയായിരുന്നല്ലോ, അപ്പൊ എന്റെ കഷ്ടത തീർന്നതിനായി സ്തോത്രം. കർത്താവിനോട് പറഞ്ഞു, അത് യോസഫിന്റെ കഷ്ടതയാണ്, നിന്റെ അല്ല. അമ്മേ സ്തോത്രം. കഷ്ടത കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടെ കഷ്ടതയാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി രണ്ടാമത് നോക്കിയേ, ഈ പാദകഷ്ണത്തെ മറ്റൊരു പണിപ്പുരയിലേക്ക് കയറി നിരവധി പ്രാവശ്യം ചാട്ടുളി കൊണ്ട് ഇതിനെ കൊത്തിയെടുത്തു. നീ എന്തിനാ എന്നെ നോവിക്കുന്നത്? നീ എന്തിനാ എന്നെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നിന്നെ കുറിച്ച് എനിക്ക് ഒരു വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് നിന്നെ ഒരുക്കി മെരുക്കി ശുദ്ധീകരിച്ച് പാകപ്പെടുത്തി പക്വമാക്കി എടുക്കാനായിട്ടാണ് ഈ പണിപ്പുരയിൽ നീ ആയിരിക്കുന്നത്. വേദനയിൽ പങ്കുവയ്ക്കാൻ കഴിയാത്ത മുറിവുകളിൽ അവയെ തീരാത്ത ഒരു കഷ്ടത കഴിയുമ്പോൾ അടുത്ത കഷ്ടത, ഒരു വേദന കഴിയുമ്പോൾ അടുത്ത വേദന, ഒരു മുറിവ് കഴിയുമ്പോൾ അടുത്ത മുറിവ്, ഒരു നഷ്ടം കഴിയുമ്പോൾ അടുത്ത നഷ്ടം. പങ്കുവയ്ക്കാൻ കഴിയാത്ത മുറിവുകളിലൂടെ പോകുന്ന ആരെങ്കിലും ഈ വിശുദ്ധ സമാജത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ എന്റെ ദൈവത്തിന് നിന്നോട് പറയാം, ഇന്നുവരെ ഒരു സന്ദേശമുണ്ട്. അവന്റെ പണിപ്പുരയിൽ കയറിയവന് നീ ഹീനമാത്രമാകില്ല, ഒരു മാനമാത്രമായി തീരേണ്ടതിന് അവൻ നിന്നെ പണിയെടുക്കുകയാണ്. മനുഷ്യൻ പൊട്ടിയ പാത്രം വലിച്ചെറിയും. നമ്മുടെ ദൈവത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, പൊട്ടിയതിനെ തിരിച്ചെടുത്ത് മാനമുള്ള മറ്റൊരു തലത്തിലേക്ക് പണിയും. ചേർന്നാമി പറയാമോ? ഞാനൊരിക്കൽ മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ ചാപ്പലനായിരുന്നപ്പോൾ ചാപ്പൽ കഴിഞ്ഞപ്പോൾ നേഴ്സിനോട് പറഞ്ഞ് 4ാമത്തെ ആ സെല്ലിൽ നിന്ന് നോക്കിയിട്ട് പോകണം. 1.25 അടി ഉയരമുള്ള ഒരു നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ, സ്തോത്രം, അവൻ ഇരുമ്പ് കട്ടിൽ 2ആയിട്ട് ഒടിക്കുകയാണ്. സ്തോത്രം. സെക്യൂരിറ്റി ഗാർഡില്ലാതെ കയറാൻ പാടില്ല. പക്ഷെ ഞാൻ ആ ഡോർ തുറന്ന് അകത്ത് കയറി കുറ്റിയിട്ടു. സ്തോത്രം. ആ മെന്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിലേക്ക് ആ ഗേറ്റിന്റെ അവിടെ ചെല്ലുമ്പോഴേക്കും ആത്മാവിന്റെ ഒരു നിറവോടുകൂടിയാണ് കർത്താവിനെ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. ഞാൻ ജിനോനോട് പറഞ്ഞു, ജിനു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്, കട്ടിൽ താത്ത് വയ്ക്കുക. അവനെന്നെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി, കട്ടിൽ പകുതി വളർന്നു, കട്ടിൽ താത്ത് വെച്ചു. സ്തോത്രം. ഞാൻ അവനെ മാറോട് ചേർത്ത് മുട്ടുകുത്താൻ പറഞ്ഞു. അവൻ മുട്ടുകുത്തി. ഞാൻ അവനെ മാറോട് ചേർത്ത് വെച്ചു. ചില കണ്ണുനീർത്തുള്ളികൾ അവന്റെ തലവേദന. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, മോനെ, ഇന്ന് നിന്നെ വാർഡിലാക്കും, നാളെ നിനക്ക് ചാപ്പലിലിരിക്കാം. സ്തോത്രം. പിറ്റേ ദിവസം ചാപ്പലിൽ ചെല്ലുമ്പോൾ ജിനുവേറ്റം പുറകിലുണ്ട്. പ്രാർത്ഥിച്ച് യോഗം തുടങ്ങുമ്പോൾ ജിനു ചോദിക്കുന്നു, എനിക്കൊരു പാട്ട് പാടാൻ അവസരമുണ്ടോ? സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇന്ന് ജിനുവാണ് നമ്മുടെ പ്രധാന ഗായകൻ. അവനെ മുന്നിലേക്ക് വിളിച്ചു അതിമനോഹരമായ ഒരു ഗാനം പാടി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവനെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർ തയ്യാറായി. അവൻ പറഞ്ഞു, എന്നെ 10 ദിവസം കൂടെ അഡ്മിറ്റ് ചെയ്യണം. ഡോക്ടർ പറഞ്ഞു, നീ ഓക്കെ ആയിപ്പിക്കും. അവൻ പറഞ്ഞു, എനിക്ക് 10 ദിവസം കൂടെ ഷാജി പാസ്റ്ററുടെ പ്രസംഗം കേൾക്കണം. ഹലോ, ഇന്ന് രാത്രിയിൽ പരിഹാരമില്ലെന്ന് ഇന്ന് പകൽ വിചാരിക്കുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ വചനം ഇറങ്ങി വന്നാൽ അതിന്മേൽ അത്ഭുതം നടക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. യഹൂദ മര്യാദ പ്രകാരം ശുദ്ധീകരണത്തിന് പുറത്തു വെച്ചിരിക്കുന്ന പാത്രമായത്. ഒരിക്കലും ഈ പാത്രത്തെ ആരും പരിഗണിക്കാറില്ല. ഈ പാത്രം അവൻ മനുഷ്യന്റെ ദൃഷ്ടിയിൽ വിലയുള്ളതല്ല. ഈ പാത്രത്തിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നും ഒരേ അവസ്ഥയിലാണ് ഈ പാത്രം ഇരിക്കുന്നത്. ശ്രദ്ധിക്കണേ, പരിഗണനയില്ലാത്ത ഈ പാത്രം, പുറംതലത്തിൽ കിടക്കുന്ന ഈ പാത്രം, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഈ പാത്രം,
എപ്പോഴും കാണുന്ന ഈ പാത്രം, ആരും വലിയ അംഗീകാരം കൊടുക്കാത്ത ഈ പാത്രം, പുറന്തള്ളപ്പെട്ട് കിടക്കുന്ന പാത്രം, യേശു അത് ശ്രദ്ധിച്ചു. ഈ കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കണം. ഹലോ, തള്ളപ്പെട്ടവരായി, ഒറ്റപ്പെട്ടവരായി, പരിഗണിക്കപ്പെടാത്തവരായി, ആരാലും അംഗീകരിക്കപ്പെടാത്തവരായി നിന്റെ ജീവിതം എപ്പോഴെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് പറയാനുണ്ട്, എനിക്ക് നിന്നിൽ ഒരു വലിയ പദ്ധതി ഉണ്ട്. ചേർന്ന് ആമീൻ പറയാൻ പറ്റുമോ? യേശു പറയുകയാണ്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പി. സ്തോത്രം. അവർ വക്കോളം നിറച്ചു. അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അത്ഭുതം നടന്നു. ചേർന്ന് ആമീൻ പറയാൻ പറ്റുമോ? കൽപാത്രമേ, നിന്നിൽ എന്താ പ്രത്യേകതയുള്ളതെന്ന് ചോദിച്ചാൽ, ഇതുവരെ കാണാത്ത ഒരു നിറം അനുസരിച്ച് കഴിഞ്ഞപ്പോൾ കൽപാത്രത്തിൽ വന്ന്. ആമീൻ പറയാൻ പറ്റുമോ? സ്തോത്രം. യേശുവിന്റെ വാക്കനുസരിച്ച് കഴിഞ്ഞപ്പോൾ ആ വെള്ളത്തിന്റെ നിറം മാറി. അനുസരിക്കുന്നവരിൽ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ വിശ്വസിക്കുന്നു. അതുവരെ ഇല്ലാത്ത ഒരു രുചി ആ കൽപാത്രത്തിൽ വന്നു, അല്ലേ? സ്തോത്രം. അതുവരെ ഇല്ലാത്തൊരു മണം ആ കൽപാത്രത്തിൽ വന്നു, അല്ലേ? അതുവരെ ഇല്ലാത്ത ഒരു ഗുണം ആ കൽപാത്രത്തിൽ വന്നു, അല്ലേ? ഇന്ന് പകലും അവനെ വിശ്വസിച്ചാൽ, അവനെ ആരാധിച്ചാൽ, അവനെ ഏറ്റെടുത്താൽ നിന്റെ ജീവിതം വേഴ്സ്റ്റ് എന്ന് ലോകം പറയും. പക്ഷെ എന്റെ ദൈവത്തിന് പറയാനുണ്ട്, ഇതുവരെ നിന്നിലില്ലാത്തൊരു മണം ഞാൻ തരാൻ പോകുകയാണ്. ഇന്നുവരെ ഇല്ലാത്തൊരു ഗുണം നിന്നിൽ ഞാൻ തരാൻ പോകുക. ഇന്നുവരെ ഇല്ലാത്തൊരു സുഗന്ധമായി നിന്റെ ലൈഫിൽ ഞാൻ ട്രാൻസ്ഫോം ചെയ്യാൻ പോകുക. ചേർന്നാമീൻ പറയാൻ പറ്റുമോ? ചേർന്നാമീൻ പറയാൻ പറ്റുമോ? യെസ് ലോർഡ്. അവന്റെ കൽപ്പനയാൽ നിന്റെ മേലൊരു നിറവ് ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുക. ചേർന്നാമീൻ പറഞ്ഞാട്ടെ. ആ കരങ്ങളെ അടിച്ച് ദൈവത്തിനൊന്ന് മഹത്വപ്പെടുത്താൻ കഴിയാമോ? ഇതുവരെ ഇല്ലാത്തൊരു മണം, ഇതുവരെ ഇല്ലാത്തൊരു ഗുണം, ഇതുവരെ ഇല്ലാത്തൊരു രുചി, ഇതുവരെ ഇല്ലാത്തൊരു അനുഭവം, ഇതുവരെ ഇല്ലാത്ത മാന്യത പുറന്തള്ളപ്പെട്ടിരുന്ന ഈ പാത്രത്തിന് ദൈവം മാന്യമായ പാത്രത്തിന് മാന്യതകൾക്ക് ഇടയായത്. യേശുവിനെ അത്ഭുതം ആരംഭിച്ചത് അകത്ത് മാന്യമായ പാത്രങ്ങളിലല്ല, പുറം പാത്രങ്ങളാണ്. ഞാൻ എന്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു, നീ എനിക്ക് മറുപടി നൽകുന്നു, നീ എന്നെ കഷ്ട ദിവസത്തിൽ സൂക്ഷിക്കും. ഒരിക്കലും ഭേദമാണ് പ്രസവവേദനയുണ്ടായി. പ്രസവിച്ചേ മതിയാകും. പക്ഷെ മുന്നിൽ നോക്കി ഒരു പുള്ളിപ്പുലി പതിയിരിക്കുകയാണ്. പിറകിൽ നോക്കി ഒരു വേടൻ അമ്പെയ്യാൻ തയ്യാറായിരിക്കുന്നു. ഇടത് സൈഡിൽ നോക്കി ഒരു പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. മറുവശത്തേക്ക് നോക്കിയപ്പോൾ ഇതാ കാട്ടുതീ കത്തിക്കയറി വരികയാണ്. സ്തോത്രം. ഭേദവാൻ പ്രസവിച്ചേ മതിയാകും. ആ ഉരിയാട പ്രാണി മുകളിലേക്ക് നോക്കി നിലവിളിക്കുകയാണ്. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായ ഒരു കൊല്ലിയാൻ അതിന്റെ പിന്നാലെ ഇടിചാഞ്ഞു. ആ ഇടിചാഞ്ഞത് വേടന്റെ മുകളിലാണ്. യാദൃച്ഛിക കയ്യിൽ നിന്ന് പോയ അമ്പ് ചെന്ന് പതിച്ചത് മുന്നിൽ പതിയിരുന്ന പുള്ളിപ്പുലിയുടെ മുകളിലാണ്. അത് ചേതനയേറ്റ് താഴെ വീണു. അല്പം കഴിഞ്ഞപ്പോൾ പെയ്തിറങ്ങിയ മഴ കാട്ടുതീയെ അണച്ചു കളഞ്ഞു. പേടമാൻ പ്രസവിച്ച് കുഞ്ഞുമായി ഉൾക്കാടിലേക്ക് പോയി. ഒരു പേടമാന് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് മാൻവേർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് ദൈവമേ എന്നോട് ചെല്ലുവാൻ കാക്ഷിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു നിമിഷം കൂടെ നമുക്ക് അനുഭവിക്കേണ്ടതിനാൽ തമ്പുരാന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. എവിടെയെങ്കിലും ഇടറിപ്പോയെങ്കിൽ, എവിടെയെങ്കിലും പതറിപ്പോയെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മുടെ ഉള്ളം ധൈര്യം പ്രാപിക്കേണ്ട സമയമാണ്. ഇന്ന് പകൽ എല്ലാവരും അധരം തുറന്ന് അല്പ സെക്കൻഡുകൾ കൂടെ നമ്മൾ പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ആ ഗാനങ്ങൾ പിന്നീട് നിങ്ങൾ ചേർന്ന് പാടി ആരാധിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആമേൻ, ഹല്ലേലൂയ. അറിയാതെ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നതിന് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകവീരെന്ന വചനത്തിൽ കാണുന്നു. എബ്രായലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം നിങ്ങളുടെ പ്രവൃത്തിയിലും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവൻ. എന്നാൽ നിങ്ങൾ ഓരോരുത്തർ പ്രത്യാശയുടെ പൂർണ്ണ ധൈര്യം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരും ആകണം.
Praise God. Hallelujah. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ, കഴിഞ്ഞ രാത്രി ഞങ്ങളെ പഠിപ്പിച്ചതാണ്, അഗ്നിമതിയിനുള്ളിൽ മറയ്ക്കേണമേ. ശത്രുവിൻ കൺകളിൽ ഞാൻ അകപ്പെടാതെ, അഗ്നിമതിയിനുള്ളിൽ മറയ്ക്കേണമേ. അഭിഷേകത്താൽ നിറയ്ക്കേണമേ. ദയവായിരിക്കാം ഈ ആലയത്തിൽ കർത്താവിന്റെ വചനമായി നിൽക്കാൻ എന്നെ അനുവദിച്ച ദൈവത്തിനും കുടുംബത്തിനും ഇവിടെയുള്ള സഹ ശുശ്രൂഷന്മാർ